എല്ലാവർക്കും നമസ്തേ. 2-3 ദിവസം മുമ്പ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു സുപ്രധാന വിധി ഉണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വീർ സവർക്കറെ രാജ്യദ്രോഹിയെന്നും മറ്റു പല രീതിയിലും വിളിച്ചാക്ഷേപിച്ച സംഭവത്തിൽ അദ്ദേഹത്തിനെതിരെ നൽകിയ ഒരു കേസിനെ വിധിയാണ് 2-3 ദിവസം മുമ്പ് വന്നത്. അതിൽ സുപ്രീം കോടതി സുവ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. വീർ സവർക്കർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അദ്ദേഹം ഒരു രാജ്യസ്നേഹിയായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെ രാജ്യദ്രോഹികൾ എന്ന് വിളിച്ചോ മറ്റേതെങ്കിലും തരത്തിലോ അധിക്ഷേപിക്കരുത്. അധിക്ഷേപിച്ചാൽ കോടതി തന്നെ നേരിട്ട് കേസെടുക്കും എന്നുള്ള ഒരു തരത്തിലുള്ള വിധിയായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇന്നലെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞ ഇങ്ങനെയാണ്: വീർ സവർക്കറും വീർ സവർക്കർ എന്ന് അയാൾ വിളിക്കത്തില്ല, സവർക്കറും RSS സ്ഥാപകനായ ഹെഗ്ഡെയും രാജ്യദ്രോഹികളാണ്, ഞാൻ അങ്ങനെ വിളിക്കത്തുള്ളൂ, ഏത് കോടതിയാണെങ്കിലും എനിക്കെതിരെ കേസെടുക്കട്ടെ എന്ന്. അതിൽ നിന്ന് എന്താണ് നമുക്ക് സ്പഷ്ടമാകുന്നത്? വി.ഡി. സതീശൻ സുപ്രീം കോടതിയെപ്പോലും മാനിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. സുപ്രീം കോടതിയാണ് പറഞ്ഞത്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് വിധിച്ചെങ്കിലും അതെല്ലാവർക്കും ബാധകമാണ്. വീർ സവർക്കറിനെ രാജ്യദ്രോഹിയെന്നോ മറ്റൊരു രീതിയിൽ വിളിച്ചധിക്ഷേപിക്കരുതെന്ന് സുപ്രീം കോടതി വിധിച്ചത് രാഹുലിനും ഇന്ത്യയിലെല്ലാവർക്കും അത് ബാധകമാണ് ആ വിധി. അതിനെ മാനിക്കാൻ തയ്യാറാകാതെയാണ് ഇയാൾ പറയുന്നത് അത് എനിക്കെതിരെ കോടതി കേസെടുക്കട്ടെ, ഞാൻ എങ്ങനെ വിളിക്കത്തുള്ളെന്ന്. അതിൽ നിന്ന് എന്താണ് നമുക്ക് സ്പഷ്ടമാകുന്നത്? വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഈ സാമൂഹ്യ വിരുദ്ധൻ, രാജ്യദ്രോഹി, സമൂഹത്തിനെ ദൂഷിപ്പിക്കുന്ന ഇവൻ സുപ്രീം കോടതിയെപ്പോലും മാനിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇവൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടക്കുന്നത്. ഒരു കോടതി വിധി വന്നാൽ അതിനെ മാനിക്കണം, ഇത് മാനിക്കണം, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് ഇവനാണ് സമൂഹത്തിൽ കിടന്ന് അട്ടഹസിക്കുന്നത്. ഇവനാണോ ഒരു സമൂഹത്തിനെ നയിക്കാൻ? ഇവൻ മുഖ്യമന്ത്രി ഈ കുപ്പായവും തയ്ച്ചു വെച്ച് നടക്കുന്നവനാണ് ഈ വിദ്വാൻ. അത് സ്വന്തം പാർട്ടിയിലെ നേതാവിനിട്ട് പാര പണിഞ്ഞ് അങ്ങേർക്ക് അവരെ പോലും പാര പണിഞ്ഞ് അവർക്കെതിരെ പണി നടത്തിക്കൊണ്ടിരുന്നിട്ട് മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നവനാണ് ഈ സതീശൻ എന്ന് പറയുന്ന ഈ സാമദ്രോഹി. അങ്ങനെയുള്ളവനാണ് ഈ രാജ്യത്തെ നയിക്കാൻ ഈ സംസ്ഥാനത്തെ നയിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൽ പരം എന്ത് നാണക്കേടാണ് ഈ കേരളത്തിന് സംഭവിക്കാൻ പോകുന്നത്? ഈ സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും ഈ സവർക്കർ ഉൾപ്പെടെയുള്ളവരെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നവനോട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. സതീശ, നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ, വടശ്ശേരിൽ ദാമോദരൻ, എത്ര നല്ല മനുഷ്യനായിരുന്നു, വളരെ നല്ല മനുഷ്യനായിരുന്നു, സമൂഹത്തിനൊക്കെ അയൽവക്കത്തുകാർക്കും അറിയാവുന്നവർക്കും ഒക്കെ വളരെ ഉപകാരിയായിരുന്നു ഒന്ന് പറഞ്ഞു നോക്കിയാൽ മിക്കവാറും ഇവൻ്റെ മറുപടി എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇവരെയൊക്കെ രാജ്യദ്രോഹി എന്നും മറ്റും വിളിച്ച് അധിക്ഷേപിക്കുന്നവൻ അന്നേരം ഇവൻ്റെ അച്ഛനെക്കുറിച്ച് ഇവൻ എന്തായിരിക്കും പറയുന്നത്? വടശ്ശേരി ദാമോദരനെ കുറിച്ച് അയാൾ നല്ലവനൊന്നും അല്ലായിരുന്നു, അയാൾ മഹാപന്നനായിരുന്നു. പിന്നെ അവൻ്റെ ടോൺ മാറും. ഈ സതീശൻ അവനൊരു അസാൻമാർഗിക ജീവിതം നയിച്ചവനായിരുന്നു, ഞാൻ അവൻ്റെ മോനായി പോയെന്നേ ഉള്ളൂ, അവൻ വെറും അസാൻമാർഗിക ആയിരുന്നു എന്നേ ഇവൻ പറയത്തുള്ളൂ എന്ന് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാം. കാരണം കോടതി പോലും പറഞ്ഞ ഒരു രാജ്യസ്നേഹിയായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഈ രീതിയിൽ മോശമായിട്ട് ചിത്രീകരിക്കുന്നവൻ അവൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിച്ചാലും അമ്മയെക്കുറിച്ച് ചോദിച്ചാലും ഇതേ രീതിയിലേ പറയത്തുള്ളൂ. അങ്ങനെയുള്ളവൻ നമ്മുടെ ഈ നാടിനെ നയിക്കാൻ അല്ലെ ഭരിക്കാൻ എത്ര യോഗ്യനായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക. ഒരു രീതിയിലും നമ്മളെ ഭരിക്കാനോ നമ്മുടെ സംസ്ഥാനത്തിനെ നയിക്കാനോ ഇവനെ അനുവദിച്ചുകൂടാ. അനുവദിച്ചാൽ അത്
നമ്മുടെ മലയാളക്കരയ്ക്കാകെ നാണക്കേടാകും. ലോകത്തിന് മുന്നിൽ നമ്മൾ വളരെയേറെ നാണം കെടും. ഇതിലൊക്കെ എത്രയോ ഭേദമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം പാർട്ടിക്കാർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അല്ലെ സ്വന്തക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, എല്ലാം നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഇതേപോലെ എത്ര പേരെ ഇതേപോലെ മോശമായിട്ട് പറയുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹം പലരെയും കുറ്റപ്പെടുത്തി പറയുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരായിട്ടും ഉമ്മൻചാണ്ടിക്കെതിരായിട്ടും ഒക്കെ വളരെ മോശമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ളപ്പം സരിതയൊക്കെ ഉപയോഗിച്ച് മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹം പോലും മറ്റ് ഉള്ള ആൾക്കാരെ, മറ്റ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവർത്തിച്ച് ഇവരെ ഒന്നും ഇതേപോലെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവൻ എന്താണ് കാണിക്കുന്നത്? ഇവൻ്റെ ഒരു നേതാവുണ്ട് സുധാകരൻ, പിന്നെ ഇവൻ്റെ ഒരു യൂത്ത് നേതാവുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അവനോ ഭൂലോക വിവരദോഷി. അഹങ്കാരത്തിന് കാലും കൈയും വെച്ചാൽ അതിൻ്റെ രൂപം എന്തായിരിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന രണ്ട് രൂപങ്ങളാണ്, രണ്ട് പേരുകളാണ് വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും. ഇവനൊക്കെ നമ്മൾ പറയും, നമ്മൾ നല്ല കുടുംബത്തിൽ ജനിച്ചാലായിരിക്കും മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കുക, അവരെ നമ്മൾ അംഗീകരിക്കുക. നമ്മളൊരു മോശം കുടുംബത്തിൽ മോശമായിട്ട് ജീവിച്ച് വന്ന് മാതാപിതാക്കളുടെ മക്കളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരെ മോശക്കാരായിട്ടേ കരുതത്തുള്ളൂ. നമ്മുടെ അച്ഛനമ്മമാർ മോശമായിട്ട് ജീവിച്ചവരാണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളിനെ കണ്ടാൽ നമ്മൾ പറയും, അവന് ഞാൻ എത്ര മര്യാദക്കാരനാണ്, ഞാൻ മാന്യനായിട്ടാണ്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ മാന്യന്മാരാണ്. പക്ഷേ അവരുടെ ചരിത്രം നാട്ട് നീളെ വടക്കൻ പാട്ട് പോലായിരിക്കും ആളുകൾ പാടി നടക്കുന്നത്. അത്ര നല്ല സ്വഭാവത്തിൽ രീതിയായിരിക്കും അവരുടേത്. പക്ഷേ എന്തു പറയും, അവിടെ അവർ വെറും മോശമോ മറ്റേത് മറിച്ചെന്ന് പറയത്തുള്ളൂ ഈ ഇത്തരക്കാർ. ഈ രീതിയിലുള്ള സ്വഭാവക്കാരാണ് ഈ സതീശനും മാങ്കൂട്ടത്തിലും. അവരുടെ കുടുംബം, അവർക്ക് ജീവിച്ചു വന്ന ചുറ്റുപാട്, അവരെല്ലാം ഇതേ സൈസ് ആൾക്കാരായതുകൊണ്ട് അവർ മറ്റുള്ളവരെ പുച്ഛിച്ചും മോശമായിട്ടും പറയുന്നതും കേട്ട് വളർന്നു വന്നവന്മാരായതുകൊണ്ടാണ് ഈ ഇവന്മാർ സതീശനും മാങ്കൂട്ടത്തിലും ഉൾപ്പെടെയുള്ളവന്മാർ മറ്റുള്ളവരെ വളരെ മോശമായ രീതിയിൽ പറയുന്നതും അധിക്ഷേപിക്കുന്നതും. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ കേരളത്തുകാർ എത്ര പേര് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ തിക്താനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്? ഒന്നുമില്ല. വടക്കേ ഇന്ത്യക്കാരാണ് ആ വിഭജനത്തിൻ്റെ കാലത്തായാലും എന്നായാലും ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ളത്. അത്തരക്കാർക്ക് ദേശസ്നേഹം കൂടും. സതീശന് അത് തോന്നുമോ? ഈ കേരളത്തിൽ മറ്റാർക്കെങ്കിലും തോന്നുമോ? കാരണം നമ്മൾ അത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുള്ളവരല്ലേ ദക്ഷിണേന്ത്യക്കാർ. കേരളത്തുകാർ തന്നെയല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആരും അതേപോലെ ത്യാഗം സഹിച്ചിട്ടില്ല. അങ്ങനെയുള്ള നമ്മൾക്ക് ആ ത്യാഗം സഹിച്ചിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് മോശമായിട്ട് പറയാൻ എന്താണ് അർഹത? എൻ്റെ അച്ഛനൊരു കോൺഗ്രസ്സുകാരനായിരുന്നു, കറതീർന്ന കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടുള്ള ആളല്ല എന്ന് പറഞ്ഞതിലൂടെ ആയിരിക്കും സതീശൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അച്ഛനപ്പൂപ്പന്മാരും ഇവന്മാരൊന്നും ആ ഒരു കാര്യം പോലും പരിഗണിക്കാതെയാണ് മറ്റുള്ളവരെ വളരെ മോശമായിട്ട്. ഇവൻ്റെ പറച്ചിൽ കേട്ടാൽ വിചാരിക്കും ഇവനും ഇവൻ്റെ അച്ഛനും മുതുമുത്തച്ഛന്മാരും എല്ലാവരും അങ്ങ് സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു, രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം അർപ്പിച്ചവരായിരുന്നു ഇവന്മാരുടെ അച്ഛനപ്പൂപ്പന്മാരെന്ന് ഉള്ള രീതിയിലല്ലേ ഇവന്മാർ സംസാരിക്കുന്നത്. ഇവനൊക്കെ എന്തർഹത മറ്റൊരാളിനെ, ഈ വീർ സവർക്കറേയും ഈ ഡോക്ടർ ജിയൊക്കെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ? ഇവനൊക്കെയാണോ ഡോക്ടർ ജിക്കും വീർ സവർക്കറിനും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അർഹരായിട്ടുള്ളവർ? ഈ കണക്കിന് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ഈ രാജ്യദ്രോഹികളെന്ന് ഇവൻ വിളിക്കേണ്ട ഇവൻ്റെ പൂർവ്വ നേതാക്കന്മാരെയാണ്. രാജ്യത്തെ വെട്ടിമുറിച്ചത് ആരാണ്? ഈ വീർ സവർക്കറോ ഡോക്ടർ ജിയോ ആണോ അതിന് കൂട്ടുന്നത്? ജവഹർലാൽ നെഹ്റു അല്ലെ മഹാത്മാഗാന്ധി ഇവരൊക്കെ അംഗീകരിച്ചിട്ടല്ലേ ഇന്ത്യയുടെ വിഭജനം ഉണ്ടായത്? ഈ നിർബന്ധം പിടിച്ചത് ഇയാളായിരുന്നു, നമ്മുടെ ജവഹർലാൽ നെഹ്റു, ആദ്യ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആകണമായിരുന്നു.
അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജിന്നയിൽ നിന്നോ മറ്റൊരിടത്തു നിന്നും ഭീഷണി ഉണ്ടാകരുത്. അതിനുവേണ്ടി അദ്ദേഹം ഇന്ത്യയെ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കാൻ കൂട്ടുനിന്നു. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തോടെ കാരണമാണ് ഇന്ത്യ വിഭജനം ഉണ്ടായത്. അതിന് അദ്ദേഹത്തിൻ്റെ ആ നിർബന്ധത്തിന് മഹാത്മാഗാന്ധിയും കൂട്ടുനിന്നു. ഗാന്ധിജി എതിർത്തിരുന്നുവെങ്കിലും ഇന്ത്യ വിഭജനം ഉണ്ടാകത്തില്ലായിരുന്നു. അദ്ദേഹം എന്തെടുത്തു, ഗാന്ധിജി നമ്മളെല്ലാം പറയുന്നതിൻ്റെ കൂട്ടൊന്നും അത്ര വലിയ മഹാത്മാവായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അദ്ദേഹം ഒരുപാട് ത്യാഗം ചെയ്തു, എല്ലാം ചെയ്തു, അതൊക്കെ ശരി തന്നെയാണ്. ഈ ഇന്ത്യയെ വിഭജിക്കാൻ കൂട്ടുനിന്ന് അതിന് സമ്മതം മൂളിയത് കൊണ്ട് മഹാത്മാഗാന്ധിയും അത്ര വലിയ മഹാത്മാവായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട് ഇവർ വിഭജനത്തിന് ശക്തമായി തോൽപ്പിച്ചില്ല? എതിർത്ത് തോൽപ്പിക്കാതിരുന്നതും ഇവരുടെയൊക്കെ സ്വാർത്ഥ താല്പര്യം. അതായത് ഗാന്ധിജിക്കൊരു സ്വാർത്ഥതയുണ്ടായിരുന്നു നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന്. നെഹ്റുവിനൊരു സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരുന്നു, എനിക്കും എൻ്റെ കുടുംബത്തിനുമായിരിക്കണം ഇന്ത്യയുടെ ഭരണം എന്നെന്നും ലഭിക്കേണ്ടത്. അതിന് ഭീഷണി, ഇപ്പം അന്ന് ഇന്ത്യ വിഭജനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒറ്റ രാജ്യമായിട്ട് നിന്നു, തൽക്കാലത്തേക്ക് നെഹ്റു പ്രധാനമന്ത്രിയാവും. പക്ഷേ അടുത്തൊരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ചിലപ്പം നെഹ്റുവിൻ്റെ സ്ഥാനത്ത് ജിന്ന പ്രധാനമന്ത്രിയായേക്കും എന്നൊരു പൂർണ്ണ വിശ്വാസം നെഹ്റുവിനുണ്ടായിരുന്നു. അത് തന്നെയല്ല, ഇയാളുടെ കാലശേഷം ഇയാളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഭരണം കിട്ടുകയില്ല എന്നുള്ളൊരു ബോധ്യവും നെഹ്റുവിനുണ്ടായിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അയാൾ ഇന്ത്യയെ വിഭജിക്കാൻ കൂട്ടുനിന്നത്, നിർബന്ധിച്ചത്. അങ്ങനെയുള്ളവന്മാരല്ലേ ഈ സതീശനും മാങ്കൂട്ടത്തിലുമൊക്കെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കേണ്ടത്. അല്ലാതെ ഈ രാജ്യത്തിൻ്റെ വിഭജനത്തിന് അംഗീകരിക്കാതെ ഈ രാജ്യം അഖണ്ഡ ഭാരതമായി നിലനിൽക്കണം, ലോകത്തിൻ്റെ മൊത്തവും ഗുരുസ്ഥാനത്ത് ഈ ഭാരതം എത്തണം എന്ന് പറഞ്ഞ് പ്രവർത്തിച്ച് അങ്ങനെ രാഷ്ട്രബോധം ജനങ്ങളിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഈ വ്യക്തികളെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കാൻ ഇവനെന്താ അവകാശം? ഇവന്മാർക്ക് എന്താ അവകാശം? ഇന്നലെ ഈ പാലക്കാട് നഗരസഭയിൽ ഇവന്മാരുടെ അനുയായികളായിട്ടുള്ള കൗൺസിലർമാർ കുറേ എണ്ണം ആരാണ് ഹെഡ്ഗേവാർ എന്ന് പറഞ്ഞ് പ്ലക്കാർഡും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടു. എത്ര അപഹാസ്യരായിട്ട് ആണ് ഇവന്മാർ സ്വയം മാറിയത്. ഹെഡ്ഗേവാർ ആരാണെന്ന് നമ്മുടെ ലോകത്തിനും ഉള്ള എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇന്ത്യയിലുള്ള ഭൂരിപക്ഷ ജനവിഭാഗങ്ങൾക്കും അറിയാം ഹെഡ്ഗേവാർ ആരായിരുന്നുവെന്നും ഈ നാട്ടിലെ സംസ്കാരത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ രാജ്യം അഖണ്ഡമായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്ത് ഇനിയൊരു വിഭജനം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യം അഖണ്ഡമായി നിൽക്കുന്നതിന് വേണ്ടി സ്വജീവിതം ബലിയർപ്പിച്ച് പ്രയത്നിച്ച വ്യക്തിയാണ് ഡോക്ടർ കേശവ് ബലറാം ഖഡ്ഗേവർജി എന്ന് ഈ നാട്ടിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം. ഒപ്പം തന്നെ വിദേശികൾക്കും അറിയാവുന്ന കാര്യമാണ് ഖഡ്ഗേവർജി ആരാണെന്നുള്ള കാര്യം. അതാണ് ഈ ഇന്നലെ കുരുത്ത ഇവന്മാർ ആരാണ് ഹെഡ്ഗേവാർ എന്നും പറഞ്ഞ് ചോദിച്ച് വിളിച്ച് കൂവിക്കൊണ്ട് അവിടെ വലിയ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. അതാണ് ഇവിടുത്തെ ഈ കോൺഗ്രസിൻ്റെയും ഈ സതീശൻ്റെയും ഒക്കെ അവസ്ഥ. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായി. ഇവൻ എന്താണ് പറഞ്ഞത്? ഇവൻ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തല്ലേ പറഞ്ഞത് ഈ വി.ഡി. സതീശൻ. നമ്മുടെ രാജ്യത്തെയും സൈന്യത്തെയും വളരെ മോശമായിട്ടല്ലേ ഇവനാന്നേൽ ഇത് ചെയ്തേക്കുന്നത്. ഇവനെന്ത് രാജ്യസ്നേഹം? സത്യം പറയാം, ഇവനെ അന്നേരം പിടിച്ച് അകത്തിടേണ്ടതാണ്. ഇവന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണെന്ന് പോലും ഉള്ള പരിഗണന കൊടുക്കാതെ ഇവനെ പിടിച്ച് അകത്തിടേണ്ട രീതിയിലുള്ള പോസ്റ്റുകളും പ്രസ്താവനകളുമായിട്ടല്ലേ ഈ സതീശൻ ഇറങ്ങിയത്. ഇവനാണോ മറ്റുള്ളവരെ രാജ്യസ്നേഹം പഠിപ്പിക്കാൻ വരുന്നത്? രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിച്ച് രാജ്യദ്രോഹിയായ ഇവനാണ് മറ്റുള്ളവരെ രാജ്യസ്നേഹം പഠിപ്പിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് രാജ്യസ്നേഹി പട്ടം കൊടുക്കാനും നടക്കുന്നത്. ഇവനെ നമ്മൾ തിരിച്ചറിയുക. ഇവനെ ഈ കോൺഗ്രസിൽ നിന്ന് മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ഈ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും ആയിക്കോട്ടെ, എന്നാലും ഇവൻ
നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനോ നമ്മളെ ഭരിക്കാനോ ഉള്ള ഒരവസരവും നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കരുത് എന്നത് മാത്രമാണ് നമ്മൾക്ക് ഇവന് കൊടുക്കാവുന്ന ഏറ്റവും യോജ്യമായ യുക്തമായ മറുപടി. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.